ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളാണ്. ഒന്ന് സിവിൽ എക്സൈസ് ഓഫീസർ, മറ്റൊന്ന് ഓഫീസ് അറ്റൻഡ് സെക്രട്ടേറിയറ്റ്. ഈ രണ്ട് എക്സാമുകളിലും കഴിഞ്ഞ ദിവസം ഫൈനൽ ആൻസർ കീ വന്നു. അതിൻ്റെ അകത്ത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനെ 6 ചോദ്യങ്ങളാണ് നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത്. ഒരു ചോദ്യത്തിനാണെങ്കിൽ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7 ചോദ്യങ്ങളാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമായിട്ടുള്ളത്. അതേപോലെ തന്നെ ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന എക്സാമിൻ്റെയും 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ചോദ്യങ്ങൾക്കാണ് ആൻസർ ചേഞ്ചും വന്നിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ മാർക്കും എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു 0.33 എന്ന് പറയുന്ന ആ ഒരു മാർക്കിന് പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അത്രയധികം പ്രധാനപ്പെട്ട 2 എക്സാമുകളുടെ ഇത്രയും അധികം ചോദ്യങ്ങൾ നിലവിൽ ഒഴിവാക്കുക എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ PSC ചെയ്യുന്നത് എന്നുള്ളത് അറിയത്തില്ല. കാരണം 100 ചോദ്യങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും ഇനിയും PSCക്ക് ഇത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഫൈനൽ ആൻസർ കീ വരുമ്പോഴും പറയുന്നതാണ്. കൃത്യമായിട്ട് തന്നെ ഉള്ള ആൻസറുകൾ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇടുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമാണ്. അത് റിക്വസ്റ്റായിട്ട് തന്നെ പല യൂട്യൂബ് ചാനലുകൾ, അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എല്ലാവരും PSCയോട് അഭ്യർത്ഥിക്കുന്നതാണ്. ഇപ്പോഴും PSC എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും ശങ്കരൻ അഗെയിൻ സെയിം കോക്കനട്ട് ട്രീ. അതായത് ഇപ്പോഴും അങ്ങനെ തന്നെ, അതായത് ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും 5ഉം 6ഉം ചോദ്യങ്ങളാണ് നിലവിൽ ക്യാൻസലും അതേപോലെ തന്നെ നിലവിൽ ആൻസർ ചേഞ്ച് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 2 എക്സാമുകൾ. ഒന്ന് സെക്രട്ടേറിയറ്റ് OAയും സിവിൽ എക്സൈസ് ഓഫീസറും. സെക്രട്ടേറിയറ്റ് OA PSC ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തുടങ്ങിയവയിൽ ഓഫീസ് അറ്റൻഡ് തസ്തികയിലേക്കാണ് മെയ് 21 നടത്തിയ ഈ ഒരു പരീക്ഷയിലെ നിലവിലെ 3 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. ചോദ്യക്കോഡ് A പ്രകാരം ആ 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചോദ്യം നമ്പർ 8, ചോദ്യം നമ്പർ 43, ചോദ്യം നമ്പർ 74 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് 8ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദിനം എന്നാണ് എന്നുള്ളതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുങ്ങൽ വിദഗ്ധർ ഇതിലും നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേകം സ്യൂട്ടുകൾ ധരിക്കുന്നത്. അത് ഈ ഒരു ചോദ്യവും എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യമായിരുന്നു: ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററും അതിൻ്റെ പരപ്പളവ് 216 സെൻറ്റിമീറ്റർ സ്ക്വയറും ആയാൽ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും? ഈ ചോദ്യവും നിലവിൽ ഒഴിവാക്കി. അങ്ങനെ ഇത്രയും ചോദ്യങ്ങളാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഒഴിവാക്കിയ 3 ചോദ്യങ്ങൾ. അതേപോലെ തന്നെ 2 എണ്ണത്തിൻ്റെ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട IT-യുടെ ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ B ആയിരുന്നു. അവർ ആദ്യം പ്രൊഫഷണൽ കീ വന്നപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിരുന്നത്. അതിനുശേഷം ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ D ആയി. അതായത് എല്ലാം ശരിയാണ് എന്നുള്ളതായി പിന്നീട് അതിൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെയും ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഒരു മാർക്ക് കുറേ ഉദ്യോഗാർത്ഥികൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഇവിടെ ഒരു മാർക്ക് നഷ്ടമായിട്ടുമുണ്ട്. അതേപോലെ തന്നെയായിരുന്നു അടുത്തൊരു ചോദ്യം എന്ന് പറയുന്ന മലയാളത്തിലെ മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഇതിൻ്റെ ആദ്യം ആൻസർ മഹത്ത് പ്ലസ് ഉന്നതമായിരുന്നു. പിന്നീട് അത് മാറ്റി മഹാ പ്ലസ് ഉന്നതം ഓപ്ഷൻ Dയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 ചോദ്യമാണ് നിലവിൽ ആൻസർ ചേഞ്ചും അതേപോലെ തന്നെ 3 ചോദ്യങ്ങൾ നിലവിൽ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഇതിൻ്റെ അകത്ത് 5 മാർക്ക് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വന്ന മറ്റൊരു ചോദ്യപേപ്പർ നമ്മൾ പറഞ്ഞു, അതായത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആണ്. അപ്പോൾ ഫിസിക്കലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള എക്സാമാണ് വന്നത്. അപ്പോൾ അതിൻ്റെയും നിലവിൽ 6 ചോദ്യങ്ങളും ഒരു ചോദ്യത്തിനാണ് നിലവിൽ ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ മെയ് 17 നടത്തിയ പരീക്ഷകളിലെ 6 ചോദ്യങ്ങളാണ് PSC ഒഴിവാക്കിയത്. ചോദ്യക്കോഡ് A പ്രകാരം 11, 26, 39, 47, 60, 62 ഇത്രയും ചോദ്യങ്ങളാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒഴിവാക്കിയത്. അതിലൊന്നാമത്തെ 11ാമത്തെ ചോദ്യമാണിത്: ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ഈ ചോദ്യം ഒഴിവാക്കി. അടുത്തത് 26ാമത്തെ ഈ ഒരു ചോദ്യമാണ്: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ
ശരിയായ പ്രസ്താവനകൾ ഏവ. അതായത് ഈ ഒരു ചോദ്യവും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് മാത്സിലൊരു ചോദ്യമായിരുന്നു, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഫോക്കസ് ദൂരം. ഫിസിക്സിലെ ചോദ്യമാണ്. ഇതും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് 47ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് ഒഴിവാക്കി. 60ാമത്തെ ചോദ്യമാണ് മാത്സിൻ്റെ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ് എന്നത് 9ആയും ഡീർ എന്നത് 11ആയും കോഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിബന്റ് എന്നതിൻ്റെ ശരിയായി എങ്ങനെ രേഖപ്പെടുത്തുമെന്നുള്ളതായിരുന്നു. ഈ ചോദ്യവും ക്യാൻസലായി പോയിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷിലൊരു ചോദ്യമാണ്, ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ചോദ്യം ഒഴിവാക്കി. അടുത്തത് 41ാമത്തെ ഈ ഒരു ചോദ്യമാണ് ആൻസർ ചേഞ്ച് വന്നത്. അപ്പോൾ 6 ചോദ്യങ്ങൾ നിലവിൽ ഒഴിവാക്കി. അതിൻ്റെ അകത്ത് ഒരെണ്ണം ആൻസർ ചേഞ്ച് വന്ന ചോദ്യം ഇതായിരുന്നു, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ആൻസർ കൊടുത്തിരുന്നത് ഓപ്ഷൻ ബി ആണ്. ചന്ദ്രയാൻ 4 എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഓപ്ഷനായിട്ട് കൊടുത്തത്. അത് വീണ്ടും ഓപ്ഷൻ ഡിയിലേക്ക് മാറ്റിയുണ്ട്. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ സ്പാഡെക്സ് എന്ന് പറയുന്നതാണ് വീണ്ടും അതിൻ്റെ ഉത്തരമായിട്ട് നിലവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ചോദ്യങ്ങൾ ഒഴിവാക്കുകയും ഒരു ചോദ്യം ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. വളരെയധികം വിഷമകരമായിട്ടൊരു അവസ്ഥ തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ. കാരണം അത്രയും നന്നായിട്ട് പഠിച്ച് ആ ഒരു എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ പഠിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് 6ഉം 7ഉം ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ ആവുക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അത്രയധികം അത് സങ്കടമുള്ള കാര്യം തന്നെയാണ്. പ്രിയ ചോദ്യകർത്താക്കൾ, ഇനിയെങ്കിലും നിങ്ങൾ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ചോദ്യങ്ങൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്നും വേണ്ട. അതായത് 100 ചോദ്യങ്ങളും ആ 100 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഇടാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എക്സാം കഴിഞ്ഞതിന് ശേഷം പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ ഒരു ആൻസർ വരുന്നു, അതിനുശേഷം വീണ്ടും അതിന് മറ്റൊരു ആൻസർ വീണ്ടും വന്ന ആൻസർ ചേഞ്ച് വരുന്നു, കുറേ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഇനിയെങ്കിലും വരുന്ന എക്സാമുകളെങ്കിലും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള ഈ പറയുന്ന ആൻസർ ചേഞ്ച് ആണെങ്കിലും അതേപോലെ തന്നെ ഡിലീഷനൊക്കെ വരുമ്പോഴാണെങ്കിലും PSCയോടുള്ള ആ ഒരു മനോഭാവം ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിലും അത് ഓരോ ദിവസം ചെല്ലുന്തോറും, കാരണം ഇത്രയും പഠിച്ച് ഇത്രയും നന്നായി അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് അവസാനം ഈ പറയുന്ന എക്സാമിൽ ഉറപ്പായും ലിസ്റ്റിൽ വരുമെന്ന് പറയുമ്പോൾ അതിൽ നിന്നും ചിലപ്പോൾ 3, 4, 5 ഒക്കെ മാർക്ക് നഷ്ടപ്പെടുമ്പോൾ അത് അനുഭവിച്ച ആൾക്ക് മാത്രമാണ് അതിൻ്റെ അതിൻ്റെ ഒരു വേദന എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് ഇതൊരു അഭ്യർത്ഥനയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പല വീഡിയോയിലും ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടതാണ്. പക്ഷെ അതിലൊന്നും ഇന്ന് വരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഓരോ തവണയും ശങ്കൻ അഗെയിൻ സെയിം കോക്കനട്രി തന്നെ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചും അതേപോലെ തന്നെ ഇത്രയും ചോദ്യങ്ങൾ ഒഴിവാക്കിയതിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.